വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പീരിയഡ്സിൻ്റെ ഒരു 16ാമത്തെ ദിവസം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് ഒരു ദിവസം 16th ഡേ മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം അക്കൗണ്ട് വഴി മെമ്പർഷിപ്പ് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം അതിൽ ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് 89 രൂപയ്ക്കോ 159 രൂപയ്ക്കോ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും ചാനലിൽ കയറി മെമ്പേഴ്സ് ഒരു പോസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പോസ്റ്റിൽ ഞെക്കി മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലാണ് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ടെലിഗ്രാം അക്കൗണ്ടിലോട്ട് പോയിക്കോളും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിനെ വെച്ചിട്ട് ടെലിഗ്രാം ആകുമ്പോൾ കുറേം കൂടി സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ് ആ ഒരു സിസ്റ്റം വഴി തന്നെ മെസ്സേജ് ചെയ്യുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം, വോയിസ് മെസ്സേജ്, ചാറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. അതല്ല ഇനി അതിൽ പറയാൻ പറ്റാത്ത, ആ ഗ്രൂപ്പിൽ പറയാൻ പറ്റാത്ത പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കാനും നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണം അല്ലെങ്കിൽ തളർച്ചയാണ്. പീരിയഡ്സിന്റെ 16ാമത്തെ ദിവസം ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ആ എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഹോർമോൺ പുറപ്പെടുവിപ്പിക്കാനായിട്ട് തുടങ്ങും. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വേണ്ട ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. എൻഡോമെട്രിയം ലൈനിങ് നന്നായിട്ട് തിക്കണാവുന്നതിന് വേണ്ടിയിട്ടും ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് വേണ്ടിയിട്ട് അത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ശരീരത്തിൽ കൊടുക്കുന്നതും ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾ, അതായത് പ്രൊജസ്ട്രോണിന്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസോ ഹോർമോണൽ ഇംബാലൻസസോ ശരീരത്തിൽ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ എൻഡോമെട്രിയൽ ലൈനിങ് വേഗത്തിൽ ഷെഡ് ആകുന്നതിനും പ്രഗ്നൻസി നഷ്ടമായി പോകുന്നതിനുമുള്ള ചാൻസസ് വളരെയധികം ഹൈ ആണ് കേട്ടോ. അതുകൊണ്ടാണ് പല ഡോക്ടേഴ്സും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ഓവുലേഷൻ പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ആകുന്ന സമയം മുതൽ അതിന്റെ ഒരു ഇൻക്രീസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ക്ഷീണം എന്ന് പറയുന്നത്. ഇത് പീരിയഡ്സിന്റെ 16ാമത്തെ ദിവസം മുതൽ പല സ്ത്രീകൾക്കും കണ്ടിന്യൂസ് ആയിട്ട് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. ഇത് പ്രഗ്നൻസിയുടെ ഫുൾ ആയിട്ടുള്ള ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കല്ല എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ HCGയുടെ ലെവൽ, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിന്റെ ലെവൽ കൂടിയിട്ടുണ്ടാവില്ല. HCG ഹോർമോൺ ആണ് നമ്മൾ യൂറിനിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ അത് വീട്ടിൽ വെച്ച് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് പോസിറ്റീവ് കിട്ടാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ആ ഒരു രീതിക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് 16th ഡേ മുതൽ ഈ ഒരു ലക്ഷണം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. ഈ ഓവുലേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഇൻക്രീസ് ആകുന്ന നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ പീരിയഡ്സിന്റെ 21ാമത്തെ ദിവസമൊക്കെ എത്തുമ്പോഴേക്കും അതിന്റെ ഒരു പീക്കിലെത്തും. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല, ഫെർട്ടിലൈസേഷൻ ഒന്നും ആയിട്ടില്ലെങ്കിൽ ഈ പ്രൊജസ്ട്രോണിന്റെ ഹോർമോൺ ഡൗൺ ആയിട്ട് വന്നിട്ട് നമുക്ക് പീരിയഡ്സ് ആവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ 16th ഡേ തുടങ്ങുന്ന ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന ലക്ഷണം പിന്നീട് അങ്ങോട്ടേക്കും ഫർദർ ആയിട്ട് ഡേറ്റിന്റെ ആ ഒരു സമയം വരെയൊക്കെ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ക്ഷീണവും തളർച്ചയും ആയിരിക്കും നമുക്കതിൽ അനുഭവപ്പെടുന്നത്. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഉറക്കം തീരാത്തതുപോലെ തോന്നുക, ഇച്ചിരി നേരം കിടന്നുറങ്ങിക്കഴിഞ്ഞാലും അത് പോരാ എന്നുള്ള തരത്തിലുള്ള ടെൻറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ഈ ഒരു പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ആവുന്നതിന്റെ ലക്ഷണമായിട്ട് നമുക്ക് വരുന്നത് കേട്ടോ. അതുപോലെ ഒന്നും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഫുൾ ആയിട്ടുള്ളൊരു മടുപ്പ് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാകുന്ന ലക്ഷണമാണ് വിശപ്പ് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവുക. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കഴിച്ചാലും പിന്നെ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സമയത്തിൽ ഒരു മണിക്കൂറിനകത്ത് തന്നെ വയറ് എരിയുന്നത് പോലെ നമുക്ക് തോന്നുക, വല്ലാണ്ട് വിശക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വയറെരിച്ചിട്ടായിരിക്കില്ല, ഗ്യാസ് കയറുന്നത് പോലെയോ അങ്ങനെയുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ പോലെയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വിശപ്പ് കൂടി വരുന്ന സമയത്താണെങ്കിലും ഇതും ഞാൻ പറഞ്ഞതുപോലെ
പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ലക്ഷണങ്ങളായിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രഗ്നൻസി കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല. ഇത് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷവും, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6th ഡേ മുതലാണ് ഇംപ്ലാന്റേഷൻ്റെ പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6th ഡേ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് പ്രഗ്നൻസിയുടേതാണെന്ന് ഏകദേശം ഒന്ന് കൺക്ലൂഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. വിശപ്പ് കൂടുന്ന സിറ്റുവേഷൻസിലും നിങ്ങൾ ഓവറായിട്ട് അൺഹെൽത്തി ഫുഡ് ഐറ്റംസ് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചില ആളുകൾ ഈ വിശപ്പ് ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ജങ്ക് ഫുഡോ ഫാസ്റ്റ് ഫുഡോ ഒക്കെ എടുത്തെടുത്ത് കഴിക്കാറുണ്ട്, വറപലഹാരങ്ങളും എണ്ണപ്പലഹാരങ്ങളും ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് പാടില്ല. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ട് പാടുള്ളൂ. ബാക്കി എല്ലാ ടൈമും ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾ ഹെൽത്തി ഫുഡ് ഐറ്റംസ് പിക്ക് ചെയ്തെടുത്ത് കഴിക്കാനായിട്ട് നോക്കുക. ഹെൽത്തി ഫുഡ് ഐറ്റംസ് നമ്മുടെ വയറ് ഏകദേശം നിറഞ്ഞിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹെൽത്തി ഫുഡ് ഐറ്റംസ് ആണ് നട്ട്സും സീഡ്സും ഒക്കെ എന്ന് പറയുന്നത്. അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്ത് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് വയറ് നിറയുന്നത് പോലെയുള്ളൊരു കണ്ടീഷൻ നമുക്ക് കിട്ടും കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉറക്കം തീർക്കാൻ പറ്റാത്തത് പോലുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് വരിക. ഇപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും ഈ ഉറക്കം തീർന്നില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നു. അല്ലെങ്കിൽ നമുക്ക് ആ ഉറക്കത്തിൽ നിന്ന് വിട്ടങ്ങോട്ട് എഴുന്നേറ്റ് വരാനായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. ചില ആളുകൾക്ക് ഉച്ച സമയത്ത് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. സ്ലീപ്പ് പാരലൈസിസ് എന്നാണ് ഈ ഒരു കണ്ടീഷൻ്റെ പേര് പറയുന്നത്. പക്ഷെ അതല്ലാതെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ഉറങ്ങുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങ് തീർക്കാൻ പറ്റുന്നില്ല. ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, പക്ഷെ കിടന്നു കഴിഞ്ഞാലും ഡീപ്പായിട്ട് ഉറങ്ങാൻ ഒന്നും പറ്റാത്ത സിറ്റുവേഷൻസ്. ഇതും കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് കേട്ടോ. നാലാമതായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലവേദന എന്ന് പറയുന്നത്. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും തലവേദന ഉണ്ടാകുന്ന ആളുകളാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് തലവേദന ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കുറച്ചും കൂടി കൂടുതലാണ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആവാനായിട്ട് തുടങ്ങുന്നു. ആ ബ്ലഡ് ഫ്ലോ നല്ല എഫക്റ്റീവായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തലവേദന ഉണ്ടാകാം. അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്ന സമയത്ത്, വെള്ളം കൂടി കുറയുന്ന സമയത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബുദ്ധിമുട്ടും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. തലവേദന ഉണ്ടാകുന്ന സമയത്ത് അമിതമായിട്ട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല. പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് നമുക്കറിയാം. ആ വേദന നമ്മൾ അങ്ങോട്ട് മന്ദീഭവിച്ച് പോവുകയാണ്. നമുക്ക് ആ വേദനയുടെ ഒരു സെൻസേഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സിഗ്നൽ അവിടെ കട്ടാവുകയാണ്, ആ പെയിനിൻ്റെ ഒരു സിഗ്നൽ. ഇതുപോലെ തന്നെയാണ് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന് സംഭവിക്കുന്നത്. പ്രത്യുൽപാദന ഹോർമോൺസിനും ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ലൂട്ടൈൽ ഫേസിൽ ഒരിക്കലും നമ്മൾ അമിതമായിട്ട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പല്ലുവേദനയോ നടുവേദനയോ തലവേദനയോ ഒന്നും പറഞ്ഞിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് ലൂട്ടിയൽ ഫേസിലാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് മാത്രമേ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. പീരിയഡ്സിൻ്റെ 16th ഡേ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള 4 പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് ഇതൊക്കെ. പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം വരുന്നത്. ഇതിനെ ഒരിക്കലും പൂർണ്ണമായിട്ടും നമ്മുടെ പ്രഗ്നൻസി ലക്ഷണമാണെന്ന് പറയാൻ പറ്റില്ല. പീരിയഡ്സിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പീരിയഡ്സിൻ്റെ 21st ഡേ ഒക്കെ ആകുമ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഏകദേശം നല്ലൊരു പീക്ക് ഹൈയിൽ എത്തിയിട്ടുണ്ടാകും. ഈ 16th ഡേ ഒക്കെ ആവുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ ഒക്കെ ഗ്രാജുവലി ഇങ്ങനെ ഇൻക്രീസ് ആയി വരുവാണ്. 21st ഡേ എത്തുമ്പോഴേക്കും ഇതൊരു പീക്കിൽ എത്തുന്ന സമയമാണ്. ഈ പീക്കിൽ എത്തിയിട്ടും പിന്നെയും ഇൻക്രീസ് ഉണ്ടെങ്കിൽ ഈ സിംറ്റംസ് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഡേറ്റ് മിസ്സാവുകയും ചെയ്യും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പീരിയഡ്സ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ, അതുപോലെ പീരിയഡ്സിൻ്റെ 21st ഡേക്ക് ശേഷവും നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഈ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യണം. പോകുന്ന രക്തം വളരെയധികം കുറവാണെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയാറുണ്ട് ഏകദേശം 30% സ്ത്രീകൾക്ക് മാത്രമേ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകുന്നുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് കിട്ടി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് ആ മെഡിസിൻ എടുക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊജസ്ട്രോണിൻ്റെ ഹൈക്ക് വരുന്നത് കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മെഡിസിൻ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുക. നേരത്തെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡേറ്റ് മിസ്സായിട്ട് മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.